നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുരുക്കി വിജിലൻസ് ശുപാർശ. പുനർജനി പദ്ധതിയിൽ CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. വിദേശത്തുനിന്ന് പണം പിരിച്ചതിൽ FCRA ചട്ടം ലംഘിക്കപ്പെട്ടെന്ന് ഒരു വർഷം മുൻപാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. നിയമപരമായി നിലനിൽക്കുന്ന കേസല്ലെന്നും ഏത് അന്വേഷണം വന്നാലും കുഴപ്പമില്ല എന്നുമാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് 2018 ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞു. ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. വിരട്ടാൻ നോക്കേണ്ടെന്നും ഭയപ്പെടില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ ഇതെല്ലാം. ജനം മനസ്സിലാക്കൂലേ? അത്രേ ഉള്ളൂ. മാത്രമല്ല പിണറായിക്ക് പറ്റാത്തണ്ടേ ഉള്ളൂ. എങ്ങനെ മോഡിയെ സൂചിപ്പിച്ചിട്ട് ഭരണം നിലനിർത്താൻ പറ്റും? അതിന് ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തണ്ട. ഇത് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ഇത് തെറ്റായിട്ട് ഉന്നയിച്ചു അദ്ദേഹത്തിനെതിരെ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് വർഷങ്ങൾ അന്വേഷിച്ചു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പൊതിഞ്ഞ് സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ കോടതി വിധി വന്നപ്പോൾ LDFൻ്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ ഒന്ന് വാർത്തയിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തുള്ള ചില മാലപ്പടക്കങ്ങളാണ്. വലിയ ഗൗരവമൊന്നും കാണണ്ട. ഇനി ഇതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യനെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മാലപ്പടക്കം അമിട്ടുപോലും അല്ല, എന്നും പൊട്ടാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരുന്നോ, ഒരു പ്രശ്നമില്ല. CBI അല്ല ഇന്റർപോൾ വേണമെന്ന് അന്വേഷിച്ചോട്ടെ, ഒരു കാര്യമില്ലാത്ത കേസാണ്. ഇതൊക്കെ സതീശൻ തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരും. ഇനിയും നമ്മൾ അടവുകൾ മാത്രമാണ്. ഈ അടവുകളൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. വിജിലൻസ് ശുപാർശയിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവൺമെൻറ് ഉചിതമായ, പ്രത്യേകിച്ച് വിദേശവും പണവും വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഷഫീദ് റാവുത്താണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലൊരു ശുപാർശയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ രാഷ്ട്രീയം ആരോപിക്കലും ചർച്ചകൾ നടക്കുകയൊക്കെ സ്വാഭാവികമാണ്. ഇതിൽ സർക്കാരിന് അടുത്ത നടപടിയിലേക്ക് പോകുമോ ഷഫീദ്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെ നടപടികളിൽ സർക്കാർ പോകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ വിഷയം, അതായത് ഒരു വർഷം മുൻപാണ് ഇങ്ങനെ ഒരു ശുപാർശ റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് കൈമാറുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻപിലാണ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ തുടരനുമതിയാണ് ഇക്കാര്യത്തിൽ നിർണായകമായി മാറുക. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷം മുൻപാണ് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെ ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിൽ FCRA നിയമത്തിന്റെ ലംഘനമുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലും നിയമലംഘനമുണ്ടെന്നും FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നുമാണ് വിജിലൻസിന്റെ ശുപാർശ. മാത്രമല്ല കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികർ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് ശുപാർശകളും സർക്കാരിന്റെ തീരുമാനം നിർണായകമായി മാറും. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച്
അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കും. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് സംസ്ഥാന സർക്കാർ ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്നു. മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം, രാഷ്ട്രീയ നീക്കം എന്നൊക്കെയുള്ള കാര്യമാണ്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. അപ്പോൾ സ്വാഭാവികമാണ് ഈ വിഷയത്തിൽ നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തു വയ്ക്കുന്ന സ്റ്റെപ്പ് അത് നിർണായകമായി മാറും. മാത്രവുമല്ല ഈ കേന്ദ്ര ഏജൻസികളെ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അത് ഏത് തരത്തിൽ CPM രാഷ്ട്രീയമായി വിശദീകരിക്കും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉന്മേഷ്, ഇപ്പോൾ ഷഫീദ് ഈ നിയമോപദേശമൊക്കെ തേടുകയുണ്ടായല്ലോ, എന്നിട്ടും ഇത്ര നാൾ എന്തുകൊണ്ട് അനങ്ങിയില്ല എന്നുള്ളതും ഒരു ചോദ്യമല്ലേ ഷഫീദ്? ഉന്മേഷ്, ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതായത് ഒരു വർഷം മുൻപ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ശുപാർശ റിപ്പോർട്ട് വരുന്നു, അതിനുശേഷം നിയമോപദേശം തേടുന്നു. നിയമോപദേശത്തിന്റെ കാര്യത്തിലടക്കം ആദ്യഘട്ടത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം സാമ്പത്തിക ഇടപാട് കേസാണ്, വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട കേസാണ്, വിദേശ നാണയ വിനിമയ ബന്ധം അതടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന കേസിൽ എങ്ങനെ ഈ രീതിയിൽ കേസെടുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ആലോചിച്ചതാണ്. പക്ഷേ ആ നിയമോപദേശം കൃത്യമായി എന്താണെന്നുള്ള കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. വിജിലൻസിന്റെ കണ്ടെത്തലിൽ പ്രധാനമായും പറയുന്നത് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചതെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. UK നിന്നും 19,95,880 രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷൻ അക്കൗണ്ടിലേക്ക് അയച്ചതായും വിജിലൻസ് കണ്ടെത്തലുണ്ട്. UK ആസ്ഥാനമായിട്ടുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തുയന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി പരിശോധിച്ചെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു എന്നുള്ള ചോദ്യം അത് ഉറപ്പായും ഉയരും. ആ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ നീക്കം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ശക്തി കൂടുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.